ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. 10-ാം അധ്യായം 12-ാം വാക്യം. നീതിയിൽ വിതപ്പീൻ, നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, ദയയ്ക്കു തക്കവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ, നിങ്ങളുടെ ഹൃദയമെന്ന തരിശു നിലം ഉഴുവീൻ. ഒന്ന് ആമേൻ. നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ, ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന്, നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലമാകുന്നു, അവനെ അന്വേഷിപ്പിക്കാനുള്ള കാലം ആകുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ അതിനകത്ത് ഒരു പദം എടുക്ക, യഹോവ വന്ന് നിന്റെ മേൽ നീതി വർഷിപ്പിക്കാൻ സമയമായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ വാക്യം ദൈവത്തിന് സ്തോത്രം നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാമോ? യഹോവ വന്ന് ഞങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കാൻ സമയമായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ചിലത് വർഷിപ്പിക്കാൻ പോവാ. നിന്റെ തരിശ് നിലത്തെ ഉഴുതു മറിച്ചു. ഇതുവരെ നടക്കാത്തത് നടക്കാൻ പോവാ. അവിടേക്ക് ഞാൻ വരും. പക്ഷേ അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ദൂത് നിങ്ങളോട് പറഞ്ഞെങ്കിലേ ഇവിടേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു കണക്ഷൻ പിടികിട്ടത്തും. നമുക്ക് വാക്യത്തിലേക്ക് വരാം. വേദപുസ്തകത്തിൽ വിത്തിൻ്റെ ഉപമ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് എന്നൊരു വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ സുവിശേഷങ്ങൾക്കകത്ത് തന്നെ എഴുതി, വിത്ത് വചനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വിത്ത് വിതയ്ക്കുക. എന്തുവാ? വിത്ത് വിതയ്ക്കുക. നമ്മുടെ അടുത്തൊരു കാലിക്കസറ കിടപ്പുണ്ടെങ്കിൽ അവിടെ വിത്ത് വിതച്ചൊരുത്തനെ കൊണ്ടിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നീ വിതച്ചാൽ മതി, കൊയ്യാൻ വഴിയൊരുക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇഷ്ടംപോലെ വയൽ കിടപ്പുണ്ട്, വിതയ്ക്കാൻ തയ്യാറാകണം. നമുക്ക് തന്നിരിക്കുന്ന ചെറിയ കഴിവ്, ചെറിയ താലന്ത്, ചെറിയ പ്രാർത്ഥനാവരം ഒക്കെ മതി ഒരിടത്ത് വിത്ത് വിതയ്ക്കാൻ. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർ തയ്യാറാകും മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ? ഒരാളോട് വചനം പറഞ്ഞാൽ, ഒരാളോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവകാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ അകത്ത് ആ വചനം കിടക്കും. ഞാൻ നിങ്ങളോട് പറയാം, ചിലരൊക്കെ സുവിശേഷത്തെ എതിർത്താലും സുവിശേഷത്തിൻ്റെ മഹാത്മ്യം അതകത്ത് കിടക്കും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാനൊരു സ്ഥലത്ത് സുവിശേഷ പ്രസംഗത്തിന് പോയ സമയത്ത്, സ്തോത്രം, അവിടെ സുവിശേഷ പ്രസംഗത്തിന് വലിയ എതിരുകളുണ്ടായി. എതിരുണ്ടായത് ആ കൂട്ടായ്മയ്ക്കകത്ത് തന്നെ വരുന്ന ഒരു ബ്രദർ, ഒരു അമ്മയുടെ മകന് ഭയങ്കര സുവിശേഷത്തിൻ്റെ എതിരാളിയാണ്. ഹല്ലേലൂയ. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പം നല്ല മദ്യമാണ്. അവൻ എന്നോട് അവരോട് പറഞ്ഞു, അവരുടെ പാസ്റ്ററോട് പറഞ്ഞു, ഇന്ന് പ്രസംഗിച്ച ആളെ കാണണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവന് എന്നെ കാണാതെ അവൻ പോത്തില്ല അവിടുന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന് മാത്രം മസിൽ പിടിക്കേണ്ട, ഞാൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമില്ല, അവനെ എൻ്റെ അടുക്കലോട്ട് വിട്, ഞാൻ കാണട്ടെ. ഹല്ലേലൂയ. അവൻ എൻ്റെ അടുക്ക വന്ന് ചോദിക്കുക, എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്ക് വേണ്ടി കരുതുന്നു, യേശു നിന്നെ പരിപാലിക്കും. നീ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ വീട് രക്ഷപ്പെടും. ഈ മദ്യപാനിയായി നിന്റെ ജീവിതം വല്ല റെയിൽവേ ട്രാക്കിലോ വണ്ടിയിലോ ഇടിച്ച് തരേണ്ടവനല്ല. ഞാനിവിടെ സുവിശേഷം പറയാൻ വന്നത് നിന്നോട് യേശുവിനെക്കുറിച്ച് പറയാൻ വന്ന കുറേ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞപ്പം പുള്ളി കരയാൻ തുടങ്ങി. കാരണം പുള്ളിയുടെ അകത്ത് കിടക്കുന്ന പ്രശ്നം പുള്ളിയെ സ്നേഹിക്കാൻ ആരുമില്ലെന്നാണ്. ഞാനങ്ങോട്ട് വെളിപ്പെടുത്തി, നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. ചുരുക്കി പറയാം, ആ മുറിക്കകത്ത് കരച്ചിലുയർന്നു. ഞാൻ എന്തിനാ പറയുന്നത്? വചനത്തെ വിതച്ചാൽ മതി, തമ്പുരാനെ കൊയ്യാൻ വഴിയൊരുക്കുന്നു. പൗലോസ് പുഴവക്കത്തിരുന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടവടെ ഹൃദയം കർത്താവ് തുറന്നു. പറയേണ്ട ഡ്യൂട്ടി നമ്മുടെ, തുറക്കുന്ന ഡ്യൂട്ടി ദൈവത്തിൻ്റെ. എത്ര പേരാമയും പറയും? നിൻ്റെ ചിലരോടൊന്ന് തുറന്നാൽ, ചിലരോടൊക്കെ നിൻ്റെ ഫ്രണ്ട്സിനോട്, നിൻ്റെ സ്നേഹിതനോട്. ഇന്ന് ബാങ്കിൽ ദൈവത്തിന് സ്തോത്രം ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ
ഇന്ന് മീറ്റിങ്ങിന് വന്നപ്പം ഒരു കൂട്ടുകാരനെ കൂടെ വിളിച്ചോണ്ടാ വന്നേ. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, തിരുവല്ലയിൽ ഇപ്പം നടന്ന കാര്യമാണ് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവന് ഏറ്റവും വില കൂടിയ ഒരു ബൈക്കിൻ്റെ ഷോറൂമിലെ സ്തോത്രം മെക്കാനിക്കാണ്. ഭയങ്കര ഹൈ സാലറി ഉള്ളവനാണ്. അവനൊരു വണ്ടി താഴെ നിന്ന് പൊക്കുമ്പം അവൻ്റെ നടുവൊന്ന് പിടിച്ചതാ. ഇപ്പം അവന് നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ. ഇവൻ്റെ ഫ്രണ്ടാ, സ്തോത്രം. ഇന്നലെ വിളിച്ചു ചോദിച്ചു, ഞാൻ ചാകാൻ പോവാ, വേണ്ടടാ പ്രയറിന് വരാൻ പറഞ്ഞു. ഗ്ലോറി. അവനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. രാവിലെ സ്തോത്രം റെയിൽവേ സ്റ്റേഷനിൽ അവൻ വരുന്ന സ്ഥലത്ത് പോയി നിന്ന് അവനെ വിളിച്ചു കയറ്റിക്കൊണ്ട് ദൈവത്തിനും സ്തോത്രം യോഗത്തിന് കൊണ്ടുവന്നു. യേശു അവനെ തൊടുകയും ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നത്? സ്തോത്രം. നമുക്ക് വാ തന്നത്, വചനം തന്നത്, നമ്മളിൽ മാത്രം ഈ ക്രിസ്തു നിന്നാ പോരാ, ലോകം മുഴുവൻ പരക്കണം. ചിലരൊക്കെ വിതയ്ക്കണം, വിതച്ചാൽ കൊയ്യാം. നിന്റെ ദേശത്തൊരു സുവിശേഷകോ നടക്കുമ്പോൾ അത് സുവിശേഷം വിതയ്ക്കുക. നിന്റെ പട്ടണത്തിലൊരു ആരാധന നടക്കുമ്പോൾ അത് വിതയ്ക്കുക. അതെല്ലാം കൊയ്യണം. ഒരു വാക്യം നമുക്ക് വേദപുസ്തകത്തിലോട്ട് വന്ന് വായിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം എടുത്ത് 2-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഇത് പൗലോസ് എവിടെ ചെന്ന കാര്യമാ? തെസ്സലോനിക്കയിൽ ചെന്ന കാര്യമാ. നിങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടോ. പൗലോസ് എവിടെ ചെന്നതാ? തെസ്സലോനിക്കൽ പൗലോസ് ആദ്യമായിട്ട് ചെല്ലുക. എന്നിട്ട് തെസ്സലോനിക്ക പൗലോസ് എന്ത് ചെയ്യുക? പള്ളിയിൽ പോയി സുവിശേഷം വിതയ്ക്കുക. ഹല്ലേലൂയ. അവിടെ വിതച്ചതിൻ്റെ റിസൾട്ട് കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇങ്ങനെ സുവിശേഷം കൊണ്ട്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, സുവിശേഷം വിതയ്ക്കാൻ ഭയങ്കര തടസ്സങ്ങളുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലർ പറയത്തില്ലയോ, മൊത്തം ഓർമ്മ നിൽക്കും, സുവിശേഷം മാത്രം ഓർമ്മ നിൽക്കത്തില്ല. ലോകത്തിലുള്ള പഞ്ചായത്തിൽ കിടക്കുന്ന എല്ലാ കാര്യവും മൈൻഡിൽ നിൽക്കും, വചനം മാത്രം മൈൻഡിൽ നിൽക്കത്തില്ല. അങ്ങനല്ല, സുവിശേഷം പറയാൻ പ്രത്യേക കൃപ വേണം. യേശുക്രിസ്തു ഭൂമി വന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് സുവിശേഷത്തിന് പോകരുത്, എൻ്റെ ശക്തി പ്രാപിച്ചു വേണം പോകാൻ. കാരണം നിങ്ങളെ തകർക്കുന്ന ശക്തിയാണ്, സാത്താൻ്റെ സാമ്രാജ്യം ഇടിക്കുന്നതാ സുവിശേഷം. ഒന്നുകൂടെ പറയാം, സാത്താൻ്റെ സാമ്രാജ്യം കൊള്ളയടിക്കുന്നതാ സുവിശേഷം. നിത്യ നരകത്തിന് അടിമയായവനെ നിത്യ സ്വർഗത്തിലേക്ക് മാറ്റിമറിക്കുന്നതാ സുവിശേഷം. തിരിച്ചറിവുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ അംബാസഡറാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അതുകൊണ്ടാ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. എത്ര ബയോഡാറ്റ കൊടുത്തിട്ടും ജോലി ഇല്ലെങ്കിൽ ഇവിടെ വേക്കൻസി ഉണ്ട്. ഇപ്പം ഞാൻ പറയും, ഇപ്പം അപ്പോയിൻമെൻറ്റ് തന്നെ നിന്നെ അപ്പോയിൻറ്റ് ചെയ്തേക്കാം. എന്തിനാണെന്നറിയാമോ? വേലയ്ക്ക് ആളെ വേണം. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്തുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്താൻ ചവിട്ടാൻ ഈ പാമ്പും തേളുമുള്ള എവിടാ? നിന്റെ മാർബിളിട്ട വീട്ടിലാണോ? പറ. പണ്ടൊക്കെ നമ്മുടെ ഓലപ്പുരയായപ്പോൾ വാരിമുറുക്കനൊക്കെ മേളിൽ നിന്ന് പൊഴിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. ഓർക്കുന്നില്ലയോ ഇതൊന്നും? ഇറ്റലിയിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ ഇല്ലേ? ഓലപ്പുരയായപ്പോൾ ഓർക്കുന്നില്ലയോ? ഓലപ്പുരയൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? നിങ്ങൾ ഓരോ ശ്രദ്ധി. ഓടിട്ട വീടൊക്കെ കണ്ടില്ലേ? പാമ്പ് ഈ പട്ടികയുടെ കൂട്ടത്തിൽ ഒരു റാഷ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ അപ്പൊ പാമ്പ് വളരുന്ന ഏറ്റവും കൂടുതൽ വളരുന്ന സ്ഥലം ഈ കൊയ്ത്ത് സ്ഥലമാണ്. പാമ്പും തേളും ഒക്കെ. യേശുക്രിസ്തു പറയുക, കൊയ്യാൻ ഇറങ്ങുന്ന നിനക്ക് നേരെ ഏതേലും പാമ്പ് ചീറ്റി വന്നാൽ കൊയ്ത്ത് നിർത്തി പോകരുത്, ചീറ്റുന്നവന്റെ പത്തിക്ക് ചവിട്ടിക്കൊണ്ട് കൊയ്തോണം. ഒരാമയും വരുന്നില്ല. കോട്ടയത്തെ കൊയ്ത്തിനെതിരെ ചീറ്റുന്ന ചില പാമ്പുണ്ട്. നിനക്ക് അഭിഷേകം തന്നത് കൈയടിച്ച് വെച്ച് പോകാനല്ല, ചീറ്റുന്ന പാമ്പിനെ. അത് നാഗശക്തിയായാലും ആഭിചാരമായാലും മന്ത്രവാദമായാലും നേർച്ചയായാലും പൂജയായാലും ഹോമമായാലും ചവിട്ടി വെച്ച് കൊയ്തോണം. ഇന്നെനിക്ക് ഒരു ദൈവദൂതൂടെ നിങ്ങൾ പറയണം, നിങ്ങളുടെ മേലൊക്കെ തമ്പുരാൻ അധികാരം പകരാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കൊയ്ത്തിനെതിരെ ചില സർപ്പം തലവെക്കുന്നുണ്ട്, നിന്റെ കൊയ്ത്തിനെതിരെ ചില തേള് കലവെക്കുന്നുണ്ട്. പക്ഷെ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുക, അതിനെ ചവിട്ടിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. റബന ഹഡബല ബഡബല ബഡബല. തിരുവല്ല ചർച്ചില്
ഒരു സഹോദരനും സഹോദരിയും കൂടെ പ്രേരണ ആദ്യമായിട്ട് വരിക. ആദ്യമായിട്ട് വന്നായിട്ട് ഞാൻ പരിചയപ്പെട്ടു. കാരണം എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ നിന്ന് ദുഷ്ടശക്തി ഇറങ്ങിപ്പോന്നു. ജീസസ്. അപ്പം ഞാൻ സ്തോത്രം യോഗമെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? അറിയത്തില്ല, രാത്രി 12 ആകും, 2 പേരുടെ ദേഹം പൊള്ളുക, ദേഹത്തൂടെ സർപ്പങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ. ഞങ്ങൾ അവിടുന്ന് മാറി രാത്രി മുഴുവൻ റോഡേ നടക്കുക, പകലാ കയറി കിടന്നുറങ്ങുന്നേ. സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇപ്പം വരാൻ കാര്യം എന്നാ? അപ്പം ഞാൻ ചോദിച്ചു, എവിടാ താമസിക്കുന്നത്? ഇലവന്തിട്ടേല. ജീസസ്, നല്ല കാര്യം. എന്നെ അറിയോ? പിന്നെ പാസ്റ്റർ താമസിച്ച വീടിൻ്റെ അതിലേക്കൂടാണ് 4 കൊല്ലം ഞാൻ പോയിക്കൊണ്ടിരുന്നേ. മിണ്ടുന്നില്ല. അന്ന് അവിടെ നടത്തിയ സുവിശേഷത്തിൽ കേട്ട വചനം ഉള്ളി കിടന്നുകൊണ്ടാണ് ഇന്നിവിടെ തപ്പി പിടിച്ചു വന്നേ. കണ്ടോ കണ്ടോ കണ്ടോ, ചിലപ്പോൾ എതിർത്താലും വചനമകത്ത് കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് മുള പൊട്ടും. വിശ്വാസമുണ്ട്. ഇനി 1-2 വെളിപ്പാടൂടെ പറയാം. നിങ്ങളൊരു വചന വെളിപ്പാടാ. യോശുവയോട് ചോദിച്ചാൽ യോശുവ പറയും, ജീസസ്, കൊയ്ത്തിനെതിരെ സർപ്പവും തേളും മാത്രമല്ല, കൊയ്ത്തിനെതിരെ ചില ഒഴുക്കുകളും ഉണ്ട്. കൊയ്യാൻ സമയമാകുമ്പോൾ കൊയ്യേണ്ട നന്മയെ മൂടോടെ പിടിച്ച് യോർദാനിൽ തള്ളുന്ന ചില ഒഴുക്കുകളുമുണ്ട്. എന്നാൽ നിനക്ക് അധികാരം തന്നത് ആ ഒഴുക്കുകളെ നിർത്തൽ ചെയ്യാനാ. ഓ ഹല്ലേലൂയ. റമന ഹദിരി ബിഗുഡബലബട. അപ്പൊ ചോദ്യം, കൊയ്ത്തിനെതിരെ പാമ്പുണ്ട്, കൊയ്ത്തിനെതിരെ ചീറ്റുന്ന പാമ്പുണ്ട്, കൊയ്ത്തിനെതിരെ നിന്നെ ഉപദ്രവിക്കുന്ന തേളുണ്ട്, മാത്രമല്ല കൊയ്ത്തിനെതിരെ ഒഴുക്കുണ്ട്. ഇത്രയോളം അല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പം കൊയ്ത്തിനെ നശിപ്പിക്കുന്ന അമാല്യക്ക് ശക്തിയുണ്ട്. ഒരാമയും വരുന്നില്ല. കണ്ടോ, നീ കൊയ്യാൻ സമ്മതിക്കല, നശിപ്പിച്ചു കളയും. നന്മ വെളിപ്പെടാൻ സമ്മതിക്കുന്നില്ല, നശിപ്പിച്ചു കളയും. വിശ്വാസത്തിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, നശിപ്പിച്ചു കളയും. എന്നാൽ ദൈവാത്മാവ് പറയാ, ഇതിനെയൊക്കെ ജയിക്കുന്നതാണ് നിനക്ക് പകർന്ന അഭിഷേകം. ജീസസ്. ഇനി ഒരു വെളിപ്പാടൂടെ ഞാൻ പറയാം. ഒരു സാധാരണ വീട്ടിലൊരു കൊച്ചൻ രാത്രി ഉറങ്ങാൻ കിടന്നു. കോട്ടയത്തല്ല, ബൈബിളിൽ. ഉറങ്ങാൻ കിടന്നപ്പോൾ രാത്രി തമ്പുരാൻ സ്വപ്നത്തിൽ അവൻ്റെ അടുക്ക വന്നിച്ച് പറഞ്ഞു, നിന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ പോവുക. എന്തുവാ കർത്താവേ? നിന്നെ ഒരു കൊയ്ത്ത് നിലം കാണിക്കുക. ആ നിലത്തിൽ എന്തുവാ കർത്താവേ? പറയാം, കറ്റകൾ കെട്ടിക്കെട്ടി വെച്ചേക്കുന്നു. പക്ഷെ നിനക്കൊരു ഉറപ്പ് തരാം, നീ കൊയ്യാനിറങ്ങും, പക്ഷെ നിന്റെ കറ്റ ഒരുത്തനും കെട്ടുകയില്ല. കെട്ടാൻ വന്നാൽ നീ എഴുന്നേറ്റ് നിൽക്കും. ഒരാമയും വരുന്നില്ല. അവൻ്റെ പേരാ യോസഫ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, കണ്ട കൊയ്ത്ത് സ്ഥലത്ത് പോലും നീ വ്യത്യസ്തനാ. എത്ര പേര് ആമയും പറയും? ചേട്ടന്മാരെ എല്ലാം കെട്ടും, പക്ഷെ നിന്നെ കെട്ടുകയില്ല. കാരണം നീ ഉയരാൻ തുടങ്ങുക. നിനക്കൊരു കൊയ്ത്തുണ്ട്. നിന്റെ കൊയ്ത്തൊരു വീട്ടിൽ നിൽക്കത്തില്ല, ഒരു രാജ്യം മുഴുവൻ. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ആരോടൊക്കെ ദൈവം പറയാം, നിന്റെ കൊയ്ത്തിന്റെ അതിർവരമ്പുകളൊക്കെ പോകാൻ പോവുക. വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് നന്മ വരാൻ പോവുക. പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് അനുഗ്രഹങ്ങൾ വരാൻ പോവുക. ഞാനിന്ന് വചന വെളിപ്പാട് പറയുക, ദൂത് തീരുന്നതിന് മുമ്പ് നിന്നെ കെട്ടാൻ പറ്റുകയില്ല. യോസഫിന് ദൈവം സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക. ചേട്ടന്മാരെ കെട്ടി അമ്മാര് കറ്റ പോലെ ഇങ്ങനെ യോഗത്തിലിരിക്കുക. യോസഫിനോട് ദൈവം പറയുക, നിങ്ങൾ നോക്കിക്കോണം, അവന്മാരെ കെട്ടും, പക്ഷെ നിന്നെ കെട്ടാൻ പറ്റത്തില്ല. നിന്നെ കെട്ടാൻ വരുമ്പം നീ എഴുന്നേറ്റ് നിൽക്കും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീട്ടിൽ നീ വ്യത്യസ്തൻ, നിന്റെ സഭയിൽ നീ വ്യത്യസ്തൻ, നിന്റെ ദേശത്ത് നീ വ്യത്യസ്തൻ. ആരും തലവെക്കാത്ത പോലെ നീ തലവെക്കും. എന്തോ ഒരു കൊയ്ത്തിന്റെ സമയമായി. ആത്മാക്കളെ കൊയ്യാൻ സമയമായി, നന്മ കൊയ്യാൻ സമയമായി.
നിന്റെ ദേശത്ത് ഉണർവ്, നിന്റെ പട്ടണത്തിൽ ഉണർവ്. പാപത്തിന്റെ ശക്തികൾ ബന്ധിക്കപ്പെടുന്നു. പൈസ നരകങ്ങൾ അടയപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത് ഇന്നിവിടെ സുവിശേഷം. വിതയ്ക്കാൻ കഴിവുള്ള ചിലതിനകത്തുണ്ട്. നിനക്കെതിരെ സർപ്പങ്ങൾ ചീറ്റിക്കൊണ്ട് വന്നാൽ, നിനക്കെതിരെ ഒഴുക്കുകൾ വന്നാൽ, നിന്റെ നന്മയെ നശിപ്പിക്കാൻ എഴുന്നേറ്റാൽ ദൈവം പറയാ അധികാരം. കണ്ടോ 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 കണ്ടോ, സംതിങ് ഹാപ്പൻഡ്. എന്തോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. എണ്ണപ്പെട്ട ചിലരുടെ മേൽ, ഓ യെസ്, നിന്റെ അകത്തെ മടുപ്പ് പൊട്ടട്ടെ, നിരാശ പൊട്ടട്ടെ. ഓ പിടിച്ചു നിർത്താൻ വയ്യാത്ത ഒരു അഭിഷേകം. ഓ മുമ്പിലും പുറകിലും ഒരു പ്രത്യേക തീ. കണ്ടോ കണ്ടോ ചിലരുടെ മേൽ യെസ് യെസ് ഒരു അധികാരത്തിന്റെ പകർച്ച. ദൈവം പറയുക നിന്റെ മേൽ നീതി വർഷിപ്പിക്കാൻ പോവാ. ഓ ആയുധം ഏൽപ്പിച്ചവൻ വാൾ ഉറയിൽ ഇടരുത്, വാള് കയ്യിലെടുക്കണം. വാള യെസ്, നിനക്കുള്ളത് വിറ്റ് വാള് വാങ്ങിച്ചോ. യെസ്, വചനത്തിന്റെ വാള്, അധികാരത്തിന്റെ വാള്, അഭിഷേകം. നിന്നെ ബന്ധിച്ച ആഭിചാരങ്ങളുടെ നടുവിൽ വചനമെന്ന വാള്. കണ്ടോ കണ്ടോ കണ്ടോ, നിന്റെ കാൽ കീഴിൽ നിന്റെ എതിരാളി അമരുന്നു. നിന്റെ കാൽ കീഴിൽ ശത്രു. യേശുവേ, നിന്റെ കാൽ കീഴിൽ ഒരു അധികാരത്തിന്റെ മിനിസ്ട്രി. സ്തുതിക്കണേ, സ്തുതിച്ചോ. ഓ നിന്റെ സ്തുതി. വലിയ വിളിയുണ്ട്. നീ വചനം വിതയ്ക്കേണ്ടവനാ. നീ വചനം വിതയ്ക്കേണ്ടവനാ. പവർ പവർ. യെസ് യെസ്, നീ വചനം വിതയ്ക്കേണ്ടവനാ. ഒരധികാരം, ഒരധികാരം. പാമ്പുകളെ ചീർക്കുന്ന ആഭിചാരം. നീ വചനം വിതയ്ക്കേണ്ടവനാ. നിന്റെ മേൽ പുതപ്പ് വീഴുക. യെസ് 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 യെസ്, നീ വചനം വിതയ്ക്കേണ്ടവനാ. യെസ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിന്റെ വീട് സുവിശേഷത്തിന്റെ അരങ്ങേറ്റം. പവർ. നിന്റെ വീടിനകത്ത് ആസ്വാദം. ഓ സ്തുതിക്കണേ, സ്തുതിച്ചോ സ്തുതിച്ചോ. നിന്റെ വീട്ടില് ഒരു ദൈവപ്രവൃത്തി. അധികാരത്തിന്റെ മിനിസ്ട്രി എല്ലാവർക്കും ഇല്ല. ചിലരുടെ മേൽ നരകം കൊള്ളയടിക്കുന്ന സുവിശേഷത്തിന്റെ ആത്മാവ്. ഹോളി സ്പിരിറ്റ്. ഓ ഒരു അധികാരത്തിന്റെ പകർച്ച. ചില ദേശം ഇളകാൻ പോകുന്നു.
കീഴടങ്ങുന്നു. സുവിശേഷത്തിന്റെ തീ, സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, തേജസ്. നിന്റെ മേൽ സുവിശേഷത്തിന്റെ അഗ്നി. നിന്നുകൊണ്ട് കേൾക്കട്ടെ, ഇരിക്കുന്നവർ ഇരുന്നു കൊണ്ട് കേൾക്കട്ടെ. എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിനക്കൊരു കൊയ്ത്തുണ്ട്, അതിന് ചില തടസ്സങ്ങളുണ്ട്. എന്നോട് ദൈവം പറയാം, നിന്റെ വീട്ടിൽ മുഴുവൻ പേര് രക്ഷിക്കപ്പെടും, നിന്റെ ദേശം രക്ഷിക്കപ്പെടും. ഓ, തേജസ്സിന്റെ സുവിശേഷം, നരകം കൊള്ളയടിക്കുന്ന സുവിശേഷം, പാപത്തെ തകർക്കുന്ന സുവിശേഷം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. എനിക്ക് ചലനം അങ്ങ് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഇച്ചിരി കാര്യം ഇവിടെ പറയാനുണ്ട്. എനിക്ക് ദൈവം ഒരു ഉറപ്പ് തരുമോ? ഇന്ന് പ്രസംഗം ഇച്ചിരി നേരത്തെ നിർത്തും. കാരണം ദൈവം ചിലരുടെ മേൽ ഇറങ്ങി നീതി വർഷിപ്പിക്കാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ കളറ് മാറാൻ പോവാ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സ്റ്റൈല് മാറാൻ പോവുക. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ കൊയ്യാൻ പോവുക. നിന്റെ ശൂന്യതയും ദാരിദ്ര്യവും പരാജയവും Glory to God. Glory to God. ഇതെവിടെ കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ദൂത് പറയുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ജോലിയാ സുവിശേഷം വിതയ്ക്കുക. എന്തുവാ സുവിശേഷം? നല്ല വായും നല്ല സ്മാർട്ടും ഒക്കെ തന്നില്ലയോ? നീ എന്താ ഒന്ന് വിതയ്ക്കാത്തെ? നിന്നെ കണ്ട എന്നെ സ്മാർട്ടാ. നീ പോയി എല്ലാവരും ഇങ്ങനെ 32 പല്ലും കാണിച്ചു വെച്ച് പോരരുത്. ഇച്ചിരി സുവിശേഷം ഇട്ടേച്ച് പോരണം. 5 ദിവസം കഴിയുമ്പോൾ നിന്റെ ഫോണിൽ വിളിക്കും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിര്. ഞാനൊരു ദൂത് പറയാം നിന്നോട്. എനിക്ക് മരണത്തിന് അടക്കാൻ കിട്ടിയാലും, എനിക്ക് കല്യാണം നടത്താൻ കിട്ടിയാലും ഞാൻ സുവിശേഷം പറഞ്ഞിരിക്കും. കട ഉദ്ഘാടനം ചെയ്താലും ഞാൻ സുവിശേഷം പറഞ്ഞിരിക്കും. മന്ത്രി നിന്നാലും തന്ത്രി നിന്നാലും ഞാൻ സുവിശേഷം പറഞ്ഞിരിക്കും. കാരണം എൻ്റെ പേര് സുവിശേഷകൻ. ഒരാമീൻ പറഞ്ഞോട്ടെ. ധൈര്യമുണ്ട് വിത്ത് വിതയ്ക്കാൻ. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. സ്നേഹത്തിൻ കതിരുകൾ കൊയ്യാൻ പോകാം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക. നിന്റെ കുടുംബത്തിനകത്ത് ചിലത് വിതയ്ക്കാൻ പോവുക. എഴുതിയിട്ടോ ആർപ്പോടെ. അപ്പൊ പൗലോസ് തെസ്സലോനിക്കേ ചെന്നിട്ട്, സ്തോത്രം ശ്രദ്ധിക്കണമേ, 3 ശബത്തില് എന്ത് ചെയ്തെന്നറിയാമോ? തിരുവെടുത്ത് ആധാരമാക്കി പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:2 പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് പറയാം. ദൈവത്തിന്റെ കണ്ണ് ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചിലരെ മാത്രം നോട്ടമിട്ടിട്ടുണ്ട്. ഇന്ന് ചില കാര്യങ്ങൾ പറയുക. 3 വെളിപ്പാട് പറയാം. ഒന്നാമത്തെ വെളിപ്പാട് ചിലരെ കൊയ്ത്തിന് കരുത്തരാക്കി ഇറക്കും. രണ്ടാമത്തെ വെളിപ്പാട് നിന്റെ കൊയ്ത്തിനെതിരെ വെളിപ്പെട്ട ശക്തിയെ ദൈവം ഇന്ന് തടയും. മൂന്നാമത്തെ വെളിപ്പാട് നിന്റെ വീടിന്റെ അവസ്ഥ മാറാൻ പോവാ. ഈ 3 വെളിപ്പാട്, ഈ ദൂത് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നവരിൽ സംഭവിക്കാൻ പോവാ. കൈയൊന്ന് ഉയർത്തി പിടിച്ചു പറ. ഒരു കൈ വിശ്വസിക്കുന്നവർ 2 കൈയും ഉയർത്തി ആ കൈകളെ ഒന്ന് വീശിക്കൊണ്ട് പറ, എനിക്കും ഒരു കൊയ്ത്തുണ്ട്.
ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരുന്ന ഈ ദൂതിലോട്ട് വരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. പൗലോസ് അങ്ങോട്ട് തെളിയിച്ചത് യേശു തന്നെയാണ് ക്രിസ്തു എന്നങ്ങോട്ട് തെളിയിച്ചു. ആൻസർ കേട്ടോ. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും വചനം അങ്ങോട്ട് കൊടുത്തപ്പം തന്നെ ആ ദേശത്തെ കൊയ്ത്തങ്ങ് വെളിപ്പെടുക. ഞാൻ ആത്മാവിലൊരു ദൂത് എന്നെ കാണിക്കുന്നു. ഒരു റൗണ്ട് വരച്ചിട്ട് അതിനെ 6 ഖണ്ഡങ്ങളായി തിരിച്ചിട്ട് ദൈവം എന്നോട് പറയുക, കോട്ടയത്തിന്റെ 6 ഭാഗങ്ങളിൽ പാർക്കുന്നവരുടെ ദേശത്ത് ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. ഞാൻ വിഷനി കണ്ടോണ്ടാ പറഞ്ഞത്, കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. ഇനിയും സർപ്പങ്ങൾ തലപൊക്കത്തില്ല, ഇനിയും തേളുകൾ വാല് പൊക്കത്തില്ല. യേശുവിന്റെ നാമത്തില് ഇനി ഒഴുക്ക് തലപൊക്കത്തില്ല, ഇനി നശിപ്പിക്കുന്നവൻ തലപൊക്കത്തില്ല. കാരണം നിന്റെ ഗറ്റ എഴുന്നേക്കണം. ഹല്ലേലൂയ. അല്പം കൂടെ ഗഹനമായി ദൂതിനെ പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തേക്ക് അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അവരെല്ലാം വിശ്വസിച്ച് ആരോട് ചേർന്നു? പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ടു. എപ്പോഴും ഓർത്തോണേ, ഈ കൊയ്ത്ത് വന്ന ഭയങ്കര അസൂയ, ഭയങ്കര നമുക്ക് ചിലത് കാണുമ്പോഴേ അറിയാം അന്യായ അസൂയാണ്. മിണ്ടുന്നില്ലല്ലോ. ഈ ആള് കൂടിയ ദുരുപദേശമാന്ന് പറയും. ആള് കൂടിയ 40 പേര് സഭാകളിലുണ്ടെങ്കിൽ യഥാർത്ഥ ഉപദേശം. 2000 പേരായ അസൂയ. ഇന്നലെ നിനക്ക് മെസ്സേജ് അയച്ച പുള്ളിക്കും അതുണ്ട്, അസൂയ. നിങ്ങൾ അസൂയ ഉണ്ടായിട്ട് എന്തോ സംഭവിച്ചെന്നറിയോ? യഹൂദന്മാരോ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ, ഒരു പണിയില്ലാത്ത കുറച്ച് മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അവർക്ക് ഒരു പണിയില്ല. അവന്മാര് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു പണിയില്ല. മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ഞാൻ ദുഷ്ടൻ എന്ന് വിളിച്ചെന്ന് പറയില്ല, ബൈബിൾ ഭാഷയാ. മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരുണ്ട്. ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. ഈ ഇവന്മാര് ചേർന്ന ഇളവും ഗുണപ്പെടാത്തവന്മാരൊക്കെ ഇളകുന്ന കണ്ട് നീ ഇളകല്ലേ. അവൻ ഇളകിക്കോട്ടെ. അവന്റെ ഇളക്കത്തിന്റെ പിറകിലെ ആത്മാവിനെ നീ അറിയണം. നിന്റെ ഇളക്കത്തിന്റെ മുമ്പിലെ ആത്മാവിനെ നീയും അറിയണം. ഒരാമയും വരുന്നില്ല. ഞാൻ ചോദിക്കണേ, തെസ്സലോനിക്കക്കാര് മെനക്കെട്ട് നടക്കുന്നവന്മാരെല്ലാം കൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇളക്കിയിട്ട് പൗലോസ് പണി നിർത്തിപ്പോയില്ല. തെസ്സലോനിക്കൽ സഭയുണ്ടായി. മിണ്ടുന്നില്ല. ഇളക്കുന്നവന്റെ പരിപാടി ഞാൻ പറയാം, വണ്ടി ഓടുമ്പോൾ കരിയില പറക്കുന്ന പോലെ ഉള്ളൂ. പറഞ്ഞേച്ച് അവിടെ തന്നെ കിടക്കും. പക്ഷെ സഭ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. പൗലോസ് പറയാണ്, നിങ്ങളെ വന്ന് നിങ്ങളുടെ മുഖം കാണാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ 2-3 വട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ എന്നെ തടഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് വിതച്ചടത്തെല്ലാം കൊയ്ത്താ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ സഭാചാർജി പലയിടത്ത് ഇരുന്നിട്ടുണ്ട്, പല സ്ഥലത്തും പാസ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്, പലയിടത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സഭകളൊക്കെ തലവെക്കുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുവാണ്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞൊരു സ്ഥലമായി എലവന്തിട്ട. അവിടെ ഞാൻ പാസ്റ്റായിട്ട് എത്ര വർഷം ഇരുന്നു? 3 വർഷം പാസ്റ്റായിട്ടിരുന്നു. ഹല്ലേലൂയ. 3-4 ഹല്ലേലൂയ. ഈ 3 വർഷം അവിടെ ഇപ്പുറത്ത് വന്നു. അങ്ങനെ 4 വർഷം ഇരുന്നു. ഹല്ലേലൂയ. 4 വർഷം പാസ്റ്റായിട്ട് അവിടെ ഇരുന്നു. ഇന്ന് എലവന്തിയുടെ കൂടെ പോയ ഒരു 100 സഭയുടെ ബോർഡുണ്ട്. ഞാൻ പോയോണ്ടൊന്നും അല്ലെന്നേ, പക്ഷെ അന്നൊക്കെ പോയ ഉപദേശിമാര് വിതച്ചതാ. സഞ്ചാര സുവിശേഷകന്മാര് വീട്ടിൽ കയറി വിതച്ചതാ, നാട്ടിൽ കയറി വിതച്ചതാ. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, വിതയ്ക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ എന്നോട് പിണം കരുത്. കടലിൽ ഇഷ്ടം പോലെ മീനുണ്ട്. കടലില് ഇഷ്ടം പോലെ. ആർക്ക് വേണേലും മീൻ പിടിക്കുന്നതിന് ടാക്സ് കൊടുക്കണോ? ആരും കൊടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ആർക്ക് വേണേലും പിടിക്കാം. ഇപ്പൊ റോബിനൊരു വള്ളമുണ്ട്. റോബിൻ അതേ മീൻ പിടിച്ചു. സ്തോത്രം. ജോഷി പാഷക്ക ഒരു വള്ളമുണ്ട്, പുള്ളി അതേ കയറി പിടിച്ചു. ലാലുവിന് ഒരു വള്ളമുണ്ട്, അതേ കയറി. കെനസിനാന്നേ ഒരു വലിയ ഇങ്ങനെ ചുണ്ടു വെച്ചൊരു വള്ളമുണ്ട്, അതേ കയറി പിടിച്ചു. ഈ മോൻസി ആണെങ്കിൽ അതിനെക്കാട്ടി വലിയ വള്ളവാ. സ്തോത്രം. ബോട്ടാ യമഹയുടെ എഞ്ചിൻ പിടിപ്പിച്ച
എന്നാൽ ഒരു കാര്യം, ആര് വേണേലും പിടിച്ചോ. പക്ഷെ ചിലർക്കൊരു ദീനമുണ്ട്, ഈ കെനസിന്റെ വഞ്ചി മുക്കിയാച്ച പിടിക്കുമെന്ന്. അല്ല, അതെന്തോയിന്റെ ദീന. അതിന്റെ അതായി പറഞ്ഞു വരാൻ പോകുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെ, നോക്കി, കടലും നൂന്ന് കിടക്കാം. നീ അല്ല, നിന്റെ പിള്ളേരല്ല, നിന്റെ പിള്ളേരുടെ പിള്ളേർ പിടിച്ചാലും മീൻ തിരികല്ല. എടേ, ഇതിന് മാത്രം സമയമുണ്ടാട്ടെ, എവിടെയെങ്കിലും കുറവുണ്ടോ പറ? 4 അടിയും കമ്മറ്റിയും ഉള്ളവന്മാരുടെ അവിടെ കുറവുള്ളൂ, ബാക്കിയവരുടെ ഒരു കുറവുമില്ല. അവിടെ മിണ്ടുന്നില്ല. പക്ഷേ കെനസ് മീൻ പിടിക്കുമ്പോ എനിക്ക് അസൂയ തോന്നി. ഞാൻ കെനസിന്റെ വെള്ളം കമത്തിയച്ച പിടിക്കുമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. കെനസും പിടിച്ചോട്ടെ. എടാ, നീ മെനക്കെട്ട് നടക്കുന്ന ഗ്രൂപ്പിലാകാതെ ഇന്നെങ്കിലും ഒന്ന് കൊണപ്പെട്ട് നല്ലതായിട്ട് വിതയ്ക്കുന്ന ഗ്രൂപ്പിലാകുക. ഇനി കുറച്ചു പേര് മെനക്കെട്ട് നടന്ന് തെസ്സലോനിക്ക സഭ പൂട്ടാൻ നോക്കിട്ട് സഭ പൂട്ടിയോ പറ? ഇല്ല. ആ സഭയുടെ പ്രത്യേകത കേട്ടോ, ആമി ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇനി ഞാൻ വചനം വിതയ്ക്കണം, ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരു ദൂത് ഇട്ടെന്നേ ഉള്ളൂ. സ്തോത്രം. രണ്ടാമത് വിതയ്ക്കേണ്ട ഒരു ഭാഗം പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ഇത് എല്ലാവർക്കും വേണ്ടി ഒരു ദൂത. ഇവിടെ ഒരു ദൂത് പറയാനുണ്ട്, പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. 126 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. 126 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അപ്പൊ കണ്ണുനീര് ബൈബിളിന്റെ ഭാഷയിൽ ഒരു വിതയാ. എന്തുവാ? നിന്റെ കുഞ്ഞിന് ഒന്നും കൊടുക്കാനില്ലേലും കണ്ണുനീര് കൊടുത്താൽ മതി, നിന്റെ സന്തതി നിന്ന് കൊയ്യുന്ന കാണും. ഒരാമയും വരുന്നില്ല. നിന്റെ കുഞ്ഞിന് 1 രൂപ FT ഇടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നിന്റെ കുഞ്ഞിന് നിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ കണ്ണുനീരാ. ആ കണ്ണുനീരാ നിന്റെ FT. നിന്റെ സന്തതി അമേരിക്കയിലും കാനഡയിലും ലണ്ടനിലും പാരീസിലും ജർമ്മനിയിലും പോയി നിനക്ക് ലക്ഷക്കണക്കിന് രൂപ അയച്ചു തരുമ്പോ നിന്റെ കുഞ്ഞ് അവിടെ പോയി സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോ നീ സ്തുതിച്ചോണം, നീ ഒഴുക്കിയ കണ്ണുനീരിന്റെ പരിഹാരം. ഒരപ്പൻ കുത്തിയിരുന്ന് കരയുക ബൈബിളിലെ. അപ്പൻ്റെ പേര് യാക്കോ എന്നാ. കരച്ചിലോടെ കരച്ചില്ല, ആവിട്ട് കരയുക. ഇപ്പൊ ഈ യോഗത്തിലൊക്കെ കരയുന്നവരുണ്ടോ? വളരെ കുറവാ. ഇപ്പൊ കരച്ചിൽ നിർത്തി എല്ലാരും ചിരിയാ. അങ്ങനെയല്ല. എന്താ വേണം? കരച്ചില്ല. കാരണം ബൈബിൾ സങ്കീർത്തനക്കാരൻ പറയാ, കാമി എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ, അങ്ങനെ നിന്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ. കണ്ടോ? നീ രാത്രി ഉറങ്ങുമ്പം നിന്റെ തലയിണയിൽ ഒഴുകി വീണ കണ്ണുനീര്, ആ തലവണ കവർ കൊണ്ട് നീ തോർത്തെടുത്ത കണ്ണുനീര് തലവിണയിൽ നിന്നില്ല, തമ്പുരാന്റെ തുരുത്തിക്കകത്ത് ചെന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. കർച്ചീഫിൽ തുടച്ചിട്ട് കളഞ്ഞ, ടിഷ്യൂവിൽ തുളച്ചിട്ട് കളഞ്ഞ കണ്ണുനീർ തമ്പുരാന്റെ തുരുത്തിക്കകത്ത് സ്റ്റോർ ചെയ്തേക്കോ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഒരാമയും വരുന്നില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ശരീരത്ത് രോഗങ്ങൾ വരുമ്പം ആശുപത്രി ചെല്ലും, ഡോക്ടർ നോക്കിയിട്ട് നമ്മുടെ ഒരു 5 ബ്ലഡ് ചെക്കപ്പ് എഴുതും. 5 ബ്ലഡ്. എന്തൊക്കെയാ? ഷുഗർ ഉണ്ടോ? ലാഭൊക്കെ ഉള്ളവരൊക്കെ പറ. കൊളസ്ട്രോൾ ഉണ്ടോ? പറ. ബ്ലഡിനകത്തുള്ള ESR ഉണ്ടോ? പിന്നെ പറ. തൈറോയിഡ് ഉണ്ടോ? എല്ലാം ബ്ലഡിലല്ലയോ? കിഡ്നി ഫങ്ഷൻ എല്ലാം നോക്കുന്ന എവിടാ? നിങ്ങൾക്കറിയാവോ, ഈ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒറ്റ ലാബ് വേൾഡിലില്ല. അത് തമ്പുരാന്റെ കയ്യിലുണ്ട്. ഒറ്റ ലാഭേ ദൈവത്തിനുള്ളൂ, അത് കണ്ണുനീര് മാത്രം ടെസ്റ്റ് ചെയ്യൂ. നിന്റെ ഒന്ന് തൊട്ടേ ചോദിച്ചേ, കണ്ണുനീര് ടെസ്റ്റ് ചെയ്താൽ നിന്റെ അവസ്ഥ എന്തുവാകുമെന്ന്. മോനെ ഇങ്ങോട്ട് നോക്ക്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഓക്കെ, കണ്ണുനീര് ടെസ്റ്റ് ചെയ്താൽ എന്തുവാകും? ഒഴുക്കുന്നുണ്ട്, ഓക്കെയാ. ഒരിക്കൽ ഒരു ഭക്തൻ ഈ പ്രാർത്ഥനയുടെ വാശി മൂത്തിട്ട് പറഞ്ഞു, കർത്താവേ, കരയാൻ എൻ്റെ തലയെ വെള്ളം കൊണ്ടൊന്ന് അഭിഷേകം ചെയ്യണേ. ഒത്തിരി പേര് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ എൻ്റെ തലയെ വെള്ളം കൊണ്ട്.
എവിടാ കിടക്കുന്ന വാക്യം? ഇരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ വെള്ളവും എൻ്റെ എൻ്റെ കണ്ണിനെ കണ്ണുനീർ കൊണ്ടും. രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവേ, എൻ്റെ തലയെ വെള്ളം കൊണ്ട് എന്തിനാ? കണ്ണുനീരൊഴുക്കാൻ. ജഡത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ ഒരു പുരുഷനെ യഹോവ അന്വേഷിക്കുന്നു. ഒരാമയും വരുന്നില്ല. ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയട്ടെ, ഈ അപ്പച്ചൻ്റെ ഒന്ന് കരയുക. അപ്പൊ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാഭയുള്ള എവിടാ? അത് ദൈവത്തിൻ്റെ. അത് മുഴുവൻ തുരുത്തിക്കകത്ത് എന്ത് ചെയ്തിരിക്കുക? കർത്താവ് പറയാ, ഇതൊരു വിതയാ. ഈ വിതയുടെ പ്രത്യേകത, ഇതിനൊരു കൊയ്ത്തുണ്ട്. സാധാരണ കൊയ്ത്തല്ല, ആർപ്പോടെ കൊയ്യും. ഒന്ന് പറഞ്ഞേ, ഒന്നോർക്ക പറഞ്ഞേ. അയ്യോ, ബൈബിളിലെ വാക്യ. 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഉയർത്തിപ്പിടിച്ച ആർപ്പോടെ കൊയ്യും. കോട്ടയംകാർക്ക് ശബ്ദമില്ല, നിങ്ങളേലും ഒന്ന് പറ. ഇച്ചിരുടെ ശബ്ദം ആർപ്പോടെ, നീ ആർപ്പോടെ പറയട്ടെ. അപ്പൊ ഈ അപ്പച്ചന് കണ്ണുനീരൊഴുക്കുക. പിള്ളേരെല്ലാം കൂടെ വന്നേച്ച് പറഞ്ഞ, അപ്പച്ചാ വിഷമിക്കണ്ട, തലേ വിധിയാ അപ്പച്ചാ, വിധിയാ. പക്ഷെ പിള്ളേർക്കറിയാം ഇവനെ എന്തോ ചെയ്താ ഉള്ളിച്ചിരിക്കുക. അപ്പനും അപ്പൻ്റെ ഒരു മോനും, അപ്പനും അപ്പൻ്റെ ഒരു ഇടപാടും. അപ്പൻ ഇതൊന്നും അറിയാതെ. നിങ്ങളെ ഒത്തിരി പേര് പുച്ഛിക്കുന്നവരെ കൊണ്ട് മിണ്ടാതിരി നിങ്ങൾ കരഞ്ഞാൽ മതി. ഹന്നായുടെ ഏറ്റവും വലിയ പരിപാടി എന്നറിയോ? കരച്ചിലോടെ കരച്ചില്ല. പെനീന പറയാം, കരേടി 10 ദിവസം കഴിഞ്ഞപ്പം കരച്ചിൽ തിരിഞ്ഞു വന്ന് പകർച്ചപ്പനി അങ്ങോട്ട് പിടിച്ചു. പെനീന കരയാൻ തുടങ്ങി. കാര്യം ഹന്നായുടെ കൊച്ചു സൗമേൽമാൽ ഇങ്ങനെ അമ്മ എന്ന് വിളിച്ച് പെനീനയുടെ പുറകെ നടക്കുക. ഉണ്ടെന്നില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്നെ കരയിപ്പിച്ചവരുടെ മുമ്പിൽ നിന്നെ കരയിപ്പിച്ചവൻ കരയും. നിന്റെ കണ്ണുനീരൊരു ആമി ദൈവത്തിന് ഒരു വിധയാ. ഒറ്റ കാര്യം കൂടെ പറയാം. ഈ അപ്പച്ചൻ ഇങ്ങനെ കരഞ്ഞു നിങ്ങൾക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കണ്ണുനീരൊന്നും വരികയല്ല, കരയാൻ പറ്റുന്നില്ല. ആ പ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ ആരും ഇരിക്കരുത്. അങ്ങനെ കണ്ണുനീര് പറ്റിയ പ്രായമൊന്നും ഉള്ളവരാരും ഇവിടെ ഇരിപ്പില്ല. അപ്പം കണ്ണുനീരൊക്കെ പറ്റി. നിങ്ങളതിനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദിവസം ചേട്ടന്മാർ വന്ന് പറഞ്ഞു, നമുക്ക് ധാന്യമില്ല, അതുകൊണ്ട് നമുക്ക് ധാന്യം പോയി കൊണ്ടുവരണം. ഇവന്മാർക്ക് എന്നും ഇങ്ങനെ ചാക്കു എടുത്തുകൊണ്ട് തെണ്ടാനേ പറഞ്ഞിട്ടുള്ളൂ. ആർക്കാ? ചേട്ടന്മാർക്ക്. സ്വപ്നത്തെ കുടിച്ചു മൂടാൻ ശ്രമിക്കുന്ന എല്ലാവരും ഈ തെണ്ടൽ തന്നെയാ. ചാക്ക് എടുത്തോണ്ട് ഇങ്ങനെ. അപ്പം ഇപ്പം ചിലരിപ്പോൾ ഏറിയ വിട്ട്, ഞാൻ പറയുന്നില്ല, ചാക്കുമായിട്ട് നടക്കുക. അമേരിക്കയിലും ചാക്കുമായിട്ടാണ് പോകുന്നത്. ഉണങ്ങുമൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്നാ സ്വോത്രം പറയാതെ? ചിലർക്ക് ഇതിനാ ഗതികേട്. ചില ചോദിക്കും, പാസ്റ്റർ എന്നെ എന്തിനാ പൊട്ടക്കുഴി ഇട്ടെ? എടാ, ഈ ചാക്കും പിടിച്ചോണ്ട് നടക്കാതെ ഇങ്ങനെ വരുന്നവൻ അളന്നു കൊടുക്കാനാ നീ ഈ പരിശോധനയെ കൂടെ പോന്നെ. പിടി കിട്ടിയോ? ആർക്കും ഇല്ലാത്ത പ്രശ്നം എനിക്കെന്തുവാ പറയാം. അപ്പൊ ഒരിക്കൽ ചേട്ടന്മാർ പോയി എല്ലാം കൊണ്ടുവന്നപ്പോ ഒരാളില്ല. അപ്പന് ദുഃഖത്തിന്മേ ദുഃഖ. എല്ലാ പ്രാവശ്യം പോയ ചേട്ടന്മാർ അവിടുന്ന് വരുമ്പോളെ അപ്പൻ എന്തോ പറയും. ഇപ്പൊ അപ്പൻ ഈ വാതുകയായിരിക്കും. പിള്ളേരൊക്കെ പോയി ചെല്ലുമ്പോ എങ്ങനെയാ? ഒരു ദിവസം ഇരിക്കുമ്പോൾ അമ്മമാർ ദൂരെന്ന് കാണുമ്പോൾ ഇങ്ങനാ വരുന്നേ. അപ്പനോർത്ത് എൻ്റെ മുന്നേ എന്തോ ഇടപാടുണ്ടാക്കിയേച്ചാ ഇങ്ങനെ വീശിക്കൊണ്ടു. അപ്പൻ എഴുന്നേറ്റ്, എന്തോ ഇടാ മോനെ? അപ്പാ, യോസഫ് ജീവിച്ചിരിക്കുന്നു. ഇത് വീശുന്നുണ്ടല്ലോ. യുവന്മാരുടെ അകത്ത് നെഞ്ച് പടവട്ടം തല്ലുക. കാര്യം യുവന്മാരുടെ പദ്ധതി മൊത്തം പൊളിഞ്ഞു. യുവന്മാരുടെ സിനിമാ കഥ പൊളിഞ്ഞു, സീരിയൽ കഥ പൊളിഞ്ഞു, മൊത്തം കഥയും പൊളിഞ്ഞു. ഞാനൊരു കാര്യം നിന്നോട്, ഒത്തിരി കഥ ഇറക്കരുത്, പൊളിച്ചടുക്കും ദൈവം. ഒരാമയും വരുന്നില്ല. ഒത്തിരി കഥ നീ ഇറക്കരുത്, പൊളിച്ചടുക്കിക്കളയും ദൈവം. ചുരുക്കി പറയാം, ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുക. വന്നു നിറഞ്ഞു, അപ്പാ യോസഫ് മരിച്ചിട്ടില്ല. ഇവന്മാരുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റാത്തോണ്ട്
അപ്പം പറഞ്ഞു പണ്ട് ഉടുപ്പും കൊണ്ട് വന്ന് ചത്തെന്നും പറഞ്ഞത് ഉമ്മമാരാ, ഇപ്പം ജീവിച്ചെന്ന് പറയുന്നതും ഉമ്മമാരാ. റീത്ത് വെക്കുന്നതും ഉമ്മാരാ, ഉയർപ്പ് ആഘോഷിക്കുന്നതും ഉമ്മാരാ. ഉമ്മനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പന് അവിടെ ശാന്തമായിട്ടിരുന്ന സമയത്ത് അപ്പം ചേട്ടന്മാർ പറഞ്ഞു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പം അമ്മി വന്ന് ജോസഫ് ജീവിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു എങ്ങനെ വിശ്വസിക്കും? അതെന്നാ, നിന്നെ കൊണ്ടുപോകാൻ രാജാവിൻ്റെ തേര്. ഓ ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം, ഏതു സ്ഥലത്തിരുന്ന് വിതച്ചോ നിന്നെ തേടി കൊയ്ത്ത് അവിടെ വരും. ഇന്ന് ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് ചില വീടുകൾക്കകത്ത് കൊയ്ത്തു വരാൻ പോവുക, ചില തലമുറ മേൽ കൊയ്ത്തു വരാൻ പോവുക. ഓ സുവിശേഷം അവന് വിതയാണ്, കണ്ണുനീരൊരു വിതയാണ്. ഇതുവരെ ഇല്ലാത്ത അനുഭവം. നിന്റെ കൊയ്ത്തിനെതിരെ ചീറ്റുന്ന സർപ്പങ്ങൾ നിന്റെ കാൽ കീഴിൽ. ബൈബിളിൽ വാക്യ സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നിന്റെ കാലിൻ്റെ കീഴിൽ ചതച്ചു കളയും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ കെട്ടാൻ നോക്കുന്നതിന് മുമ്പിൽ നിന്റെ കറ്റ എഴുന്നേക്കണം. നീ നോക്കിക്കോ, നിന്റെ കറ്റയെ നമസ്കരിക്കാൻ ചിലർ എഴുന്നേക്കും. ഓ ഇന്ന് ദൂത് കഴിയുന്നതിന് മുമ്പ് പറയണം, എനിക്കൊരു കൊയ്ത്തുണ്ട്. കൈ ഉയർത്തി പിടിച്ചു പറ, എനിക്ക് വിശ്വാസമുണ്ട്. രണ്ട് കൈയും ഉയർത്തി, ഓ എനിക്കൊരു കൊയ്ത്തുണ്ട്.